കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന ആരോപണങ്ങൾ തള്ളി ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫ്. വിദ്യാർത്ഥിനി പറയുന്നത് കള്ളമാണ്. പരാതിക്കാരി പോലീസിന് കൊടുത്ത മൊഴിയിലും ഡോക്ടറോട് പറഞ്ഞതിലും വൈരുദ്ധ്യമുണ്ട്. വിദ്യാർത്ഥിനിയുടെ മൂക്കിന് പരിക്കില്ലെന്ന് ആശുപത്രി രേഖയിൽ തന്നെയുണ്ടെന്നും തന്റെ കേസിൽ കൊടുക്കാനാണ് ശ്രമമെന്നും ജെയ്സൺ ആരോപിച്ചു. മൂക്കിന് ഇടിവള കൊണ്ട് ഇടിച്ചു എന്നാണ് തനിക്കെതിരെയുള്ള പരാതി. ആശുപത്രി രേഖയിൽ വിദ്യാർത്ഥിനിയുടെ മൂക്കിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടായിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥിനിയുടെ തന്നെ ആവശ്യപ്രകാരമാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതെന്നും ജെയ്സൺ ജോസഫ് പറയുന്നു. ആ കുട്ടി അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ ഹോസ്പിറ്റൽ അധികൃതർ തയ്യാറാവാത്ത ഘട്ടത്തിൽ അവിടെ ബഹളമുണ്ടാക്കി പേഷ്യന്റ് നിർബന്ധപ്രകാരമാണ് ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് അവിടെ മെഡിക്കൽ രേഖകൾക്ക് തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. വിദ്യാർത്ഥിനി പോലീസിന് കൊടുത്ത മൊഴിയിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് താൻ മർദ്ദിച്ചതെന്നാണ്. എന്നാൽ ഡോക്ടറോട് വിദ്യാർത്ഥിനി പറഞ്ഞത് ഉച്ചതിരിഞ്ഞ് 2:45 മർദ്ദനമേറ്റു എന്നാണെന്നും ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ് പറഞ്ഞു. കോളേജിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും CCTV ദൃശ്യത്തിൽ 2:35 വിദ്യാർത്ഥിനി ക്യാമ്പസിൽ നിൽക്കുന്നത് വ്യക്തമാണെന്നും ജെയ്സൺ ജോസഫ് വ്യക്തമാക്കി. ആ ദിവസം തന്നെ 2:35 ആ ക്യാമ്പസിൽ നിന്ന് ആ പെൺകുട്ടി ഒരു കുഴപ്പവുമില്ലാതെ പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ്, SFI കോളേജ് യൂണിറ്റ് സെക്രട്ടറി ജെറോം, യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ മാലിക്, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ ആദിത്യ ശങ്കർ, ആദിൽ എന്നിവർക്കെതിരെയാണ് ആറന്മുള പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജെയ്സൺ ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിലെ 4 പ്രതികൾക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. തനിക്ക് മർദ്ദനമേറ്റതായി പോലീസിന് മൊഴി നൽകിയിട്ടും പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് വിദ്യാർത്ഥിനിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. തുടർന്നാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.